നമ്മളിലുള്ള ക്രിസ്തുവിൻ്റെ മഹത്വത്തെ വെളിപ്പെടാനത്രേ ദൈവം നമ്മളിൽ ഓരോരുത്തരെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ആ ഫാമിലി എങ്ങനെയുള്ളവരായിരുന്നു, അവർ ക്രിസ്തുവുമായി എങ്ങനെയുള്ള ബന്ധത്തിലുള്ളവരായിരുന്നു എന്നും, മരണത്തിനായിട്ടല്ല ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് നല്ല പോലെ ദൈവത്തെ അടുത്ത് അറിഞ്ഞിരുന്ന വ്യക്തികളായി യാചിച്ച് 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 നിലവിളിച്ച് ഇരിക്കുന്നുണ്ടല്ലേ. പക്ഷേ നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം വൈകുന്നുണ്ടല്ലേ. ദൈവം സ്നേഹിക്കുന്ന വ്യക്തികൾക്കാണ് അവരുടെ പ്രാർത്ഥനയ്ക്കാണ് ഉത്തരം വൈകുന്നത്. ആ ശിരസ്ത്രം നമ്മുടെ തലയിലുണ്ടെങ്കിൽ നമ്മൾ വച്ചതായ കല്ലിനെ നമ്മളെ കൊണ്ട് തന്നെ യേശു കർത്താവ് ഊരുട്ടി അവിടെ മാറ്റി. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി വചനവുമായി നിങ്ങളുടെ മുമ്പേ നിൽക്കുവാൻ എന്നെ ദൈവം ഒരുക്കിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദവാക്യം കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യം. കൊലോസിയൻസ് ചാപ്റ്റർ 1 വേർഡ്സ് 27. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മാർഗത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മാർഗം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ടു whom God would make known what is the riches of the glory of this mystery among the Gentiles, which is Christ in you, the hope of glory. ക്രിസ്തുവിൻ്റെ മഹത്വത്തെ, നമ്മളിലുള്ള ക്രിസ്തുവിൻ്റെ മഹത്വത്തെ വെളിപ്പെടാനത്രേ ദൈവം നമ്മളിൽ ഓരോരുത്തരെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. മഹത്വത്തെ ദൈവം എങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങളിലൂടെയാണ് ക്രിസ്തുവിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നത് എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. അതിനായി നമുക്ക് യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഫാമിലിയെക്കുറിച്ച്. ആ ഫാമിലി എങ്ങനെയുള്ളവരായിരുന്നു, അവർ ക്രിസ്തുവുമായി എങ്ങനെയുള്ള ബന്ധത്തിലുള്ളവരായിരുന്നു എന്നും, അവിടെ ആ ഫാമിലിയിലൂടെ ദൈവം യേശു കർത്താവ് തൻ്റെ മഹത്വത്തെ, തൻ്റെ ഗ്ലോറിയെ എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നതെന്നും നമുക്ക് നോക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ സാധിക്കും. മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബെഥാനിയയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു. ഈ മറിയ ആയിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി തൻ്റെ തലമുടി കൊണ്ട് തൻ്റെ കാൽ തുടച്ചത്. അവളുടെ സഹോദരനായ ലാസർ ആയിരുന്നു ദീനമായി കിടന്നത്. ആ സഹോദരിമാർ അവൻ്റെ അടുക്കൽ ആളയച്ച്, കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറഞ്ഞു. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടാറെ താൻ അന്ന് ഇരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. അതിൻ്റെ ശേഷം അവൻ ശിഷ്യന്മാരോട്, നാം വീണ്ടും യഹൂദ്യയിലേക്ക് പോക എന്ന് പറഞ്ഞു. മറിയ, മാർത്ത 2 സഹോദരിമാരുടെയും സഹോദരനായ ലാസറിനെയും കുറിച്ചാണ്. അവർ ദൈവത്തെ കൂടുതൽ അറിഞ്ഞിരുന്ന വ്യക്തികളായിരുന്നു. നല്ല പോലെ ദൈവത്തെ
അടുത്ത് അറിഞ്ഞിരുന്ന വ്യക്തികളായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ സഹോദരിമാർ തൻ്റെ സഹോദരൻ വളരെ രോഗം വന്ന് രോഗശയ്യയിൽ മരണത്തോട് മല്ലടിച്ചു നിൽക്കുന്നത് കണ്ടിട്ട് യേശു കർത്താവ് ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ സഹോദരൻ അല്ലെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ സൗഖ്യമാകും എന്നുള്ള ആ വിശ്വാസവും ഉറപ്പും ഉള്ളത് കൊണ്ട് അവിടെയുള്ള ചില വ്യക്തികളെ, ബാല്യക്കാരനെ എവിടേക്ക് പറഞ്ഞയച്ചു? യേശു നിൽക്കുന്ന സ്ഥലത്ത് പറഞ്ഞയച്ചു. എന്നാൽ യേശു ആകട്ടെ അത് കേട്ടിട്ട് പെട്ടെന്ന് പോകാനിടയായില്ല. അതുപോലെയല്ലേ നമ്മളിൽ പലരും ദൈവത്തോട് പല കാര്യങ്ങളും വർഷങ്ങൾ കൊണ്ട് യാചിച്ച് നിലവിളിച്ച് ഇരിക്കുന്നുണ്ടല്ലേ? പക്ഷേ നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം വൈകുന്നുണ്ടല്ലേ? ആ വിഷയമോർത്ത് നിങ്ങൾ വളരെയധികം ഭാരപ്പെടുന്നില്ലേ? പലരും നിങ്ങളെ നോക്കി പരിഹസിക്കുന്നില്ലേ? നീ ഇത്രയും ദൈവവുമായിട്ട് ബന്ധമുണ്ടായിട്ട്, ഇത്രയും സുഹൃത്ത് ബന്ധമുണ്ടായിട്ട്, ഇത്രയും സ്നേഹബന്ധമുണ്ടായിട്ട് നീ 24 മണിക്കൂറും ദൈവമേ 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 എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നീ യേശുവിന് വേണ്ടി ഓടുന്നു, നീ യേശുവിന് വേണ്ടി നിൽക്കുന്നു, യേശുവിനെ കുറിച്ച് എല്ലാവരോടും പറയുന്നു, യേശുവിൻ്റെ ഒരു സാക്ഷിയായി നിൽക്കുന്നു, എന്നിട്ടും നിന്റെ ജീവിതത്തിൽ എന്ത് നിനക്ക് ഉത്തരമില്ലാത്തത്? നീ ഇങ്ങനെയുള്ള പ്രശ്നത്തിലൂടെയൊക്കെ കടന്നു പോകുന്നല്ലോ, നീ ഒത്തിരിയും ഭാരപ്പെടുന്നല്ലോ. എന്തുകൊണ്ട് യേശു നിന്റെ ജീവിതത്തിൽ നിന്റെ പ്രശ്നത്തിന് ഉത്തരം നൽകുന്നില്ല എന്ന് പലരും നിങ്ങളെ നോക്കി പരിഹസിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ദൈവമേ എൻ്റെ ഉത്തരം വൈകുന്നു, ഞാൻ എത്ര നാളുകൊണ്ട് 10-25 വർഷം കൊണ്ട് നിന്റെ സന്നിധിയിൽ കർത്താവെ ഞാൻ നിലവിളിക്കുന്നല്ലേ അപ്പാ, എന്നിട്ടും എന്തുകൊണ്ടപ്പാ എൻ്റെ വിഷയത്തിന് മറുപടി വരുന്നില്ല എന്ന് ചിന്തിക്കുന്ന ഓരോ വ്യക്തികളോടുമുള്ള ഉത്തരമാണ് ഞാൻ ഈ വചനത്തിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. ഉത്തരം വൈകുന്നത് ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്താനത്രേ. ദൈവം സ്നേഹിക്കുന്ന വ്യക്തികൾക്കാണ്, അവരുടെ പ്രാർത്ഥനയ്ക്കാണ് ഉത്തരം വൈകുന്നത്. എന്നാൽ ചിലർ ദൈവത്തോട് ആവശ്യപ്പെടുമ്പോൾ പെട്ടെന്ന് ഉത്തരം ലഭിക്കും. നമുക്ക് യായിറോസിനെ ഒന്ന് നോക്കാം. യായിറോസ്, യേശു കർത്താവ് പുരുഷാരത്തിന്റെ ഇടയിൽ വചന ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ കടന്നു വന്ന് തൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് യേശു കർത്താവിനോട് ആവശ്യപ്പെട്ടപ്പോൾ ആ നിമിഷം തന്നെ യേശു കർത്താവ് യായിറോസിന്റെ ഭവനത്തിൽ പോവുകയും ആ പോകുന്ന വഴിയിൽ യേശു കർത്താവിനെ യായിറോസ് വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ യായിറോസിന്റെ അവിടുന്ന് ദൂതന്മാർ വന്നു പറഞ്ഞു, ബാല മരിച്ചുപോയി, ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട എന്ന്. എന്നാൽ യായിറോസ് ആണെങ്കിലോ ദൈവത്തെ അറിഞ്ഞിരുന്ന വ്യക്തിയല്ല, സാധാരണ ഒരു ക്രിസ്ത്യാനി, നാമധേയ ക്രിസ്ത്യാനിയാണ്, അധികം ദൈവത്തെ വിളിക്കുന്ന വ്യക്തിയല്ല, പക്ഷെ ഒരു പള്ളി പ്രമാണി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ തത്സമയം ദൈവം അവിടെ ഉത്തരം കൊടുക്കുന്നതായി നമുക്ക് കാണാം. തത്സമയം. അത്ര ദൈവമായിട്ടുള്ള ബന്ധമില്ല, ദൈവമായിട്ടുള്ള ഒരു സ്നേഹബന്ധം അവർക്കില്ല. പക്ഷേ വിളിച്ച ഉടനെ യേശു അവിടെ കടന്നു ചെന്ന് ആ യായിറോസിന്റെ മകളെ, മരിച്ചുപോയ ആ മകളെ ഉയർപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നമുക്ക് തിരികെ ഈ ലാസറിന്റെ സ്ഥലത്ത് വരാം. അവർ ദൈവവുമായിട്ട് അടുത്ത വ്യക്തികളാണ്. യേശു കർത്താവ് ഇടയ്ക്കിടയ്ക്ക് ബെഥാനിയയിൽ പോകുമ്പോഴൊക്കെ അവരുടെ ഭവനത്തിലാണ് പാർക്കുന്നത്, അവരുടെ ഭവനത്തിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അത്രയ്ക്കും അവരുമായിട്ട് സ്നേഹബന്ധത്തിലാണ്. എന്നിട്ട് പോലുമാണ് യേശു കർത്താവ് അവിടെ ലാസർ ദീനമായി കിടക്കുന്നു എന്ന് അറിഞ്ഞിട്ട് പോകാതെ 2 ദിവസം ഇവിടെ പാർത്തതിന് ശേഷം പോകാമെന്നുള്ള തീരുമാനമെടുത്തിട്ട് ആ ഇരുന്ന സ്ഥലത്ത് തന്നെ ഇരുന്ന്
യേശു കർത്താവ് അപ്പോൾ ചെയ്തുകൊണ്ടിരുന്നതായ ആ ശുശ്രൂഷ ചെയ്യുവാനായിടയായി. പക്ഷേ യേശു കർത്താവിൻ്റെ അടുത്ത് ആ വാർത്തയും കൊണ്ട് ചെന്ന വ്യക്തികൾ, ലാസർ ദീനമായി കിടക്കുന്നു എന്ന് പറയുവാൻ പോയ വ്യക്തികൾ പോയതായ സമയത്ത് ലാസർ ഭവനത്തിൽ മരിക്കുവാനിടയായി. ലാസർ മരിച്ചുപോയി. അത് യേശു കർത്താവിന് മനസ്സിലായി. എന്നിട്ടും യേശു കർത്താവ് അവിടെ പറയുന്നത് എന്താണ്? ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടുവാൻ അത്രയെന്ന്. അതുപോലെയാണ് നിങ്ങളിൽ പലർക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരം വൈകുന്നുവെങ്കിൽ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ്. ദൈവം നിങ്ങളെ ചൂസ് ചെയ്തിരിക്കുന്നു എന്നാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ദൈവം ലാസറിന്റെ ആ മരണത്തെ, ദൈവം ആ കുടുംബത്തെ തെരഞ്ഞെടുത്തിരുന്നു. എന്തിന്? ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവപുത്രന്റെ മഹത്വത്തെ അവിടെ വെളിപ്പെടുത്തുവാൻ. അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക്, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം വൈകിയാണോ വരുന്നത്? പല വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ നിലവിളിച്ചിട്ട് കണ്ണുനീരൊഴുക്കിയിട്ട് ദൈവസന്നിധിയിൽ, എന്നാൽ നിങ്ങൾക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് ഒരു വിള്ളലുമില്ല. നിങ്ങൾ എപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ദൈവസന്നിധിയിൽ കരയുകയും ആ രീതിയിലായിരിക്കും നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പലരും, നീ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് നിന്റെ ജീവിതത്തിൽ എന്ത് എന്ന്, നീ ഇത്രയും ഉപവസിച്ചിട്ട് നിന്റെ ജീവിതത്തിൽ എന്ത് വ്യത്യാസം കടന്നു വരാത്തെ, നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് എന്ത് ഉത്തരം ലഭിക്കുന്നില്ല എന്ന് നിങ്ങളും തന്നെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ദൈവത്തോട് ചോദിക്കുന്നുണ്ടായിരിക്കാം. ദൈവമേ, എന്ത് എൻ്റെ ഉത്തരം വൈകുന്നു, എന്ത് എൻ്റെ ഉത്തരം വൈകുന്നു, എൻ്റെ പ്രശ്നങ്ങൾക്ക് മാത്രം ഒരു മാറ്റമില്ലാത്തത് എന്തപ്പാ? ഞാൻ അങ്ങയോട് നിലവിളിച്ചിട്ട് എത്രയോ നാളുകളായി, എന്നിട്ടും എന്താണ് അപ്പാ നീ വൈകുന്നത്, എനിക്ക് ഉത്തരം നൽകുവാൻ നീ വൈകുന്നത് എന്ന് നിങ്ങളും പലപ്പോഴും ദൈവത്തോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നതായിരിക്കും. അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങളോടാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഈ ദൈവവുമായിട്ട് അടുത്ത് ബന്ധമുള്ള ആ മാർത്തയുടെയും മറിയയുടെയും ജീവിതത്തിൽ വന്നതായ അവസ്ഥ, യേശു കർത്താവ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ആ ലാസർ രോഗം വന്ന് മരിക്കുവാൻ ഇടവരത്തില്ല. യേശു കർത്താവ് ആ ഭവനത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഇന്നും സാധാരണ പോലെ ആ ഫാമിലി ജീവിച്ചു പോകുന്ന രീതിയിലായിരിക്കും. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് സാധാരണമല്ല, സാധാരണമായ ഒരു ജീവിത ശൈലിയല്ല, സാധാരണമായി ലഭിക്കുന്നതല്ല, പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം ലഭിക്കുന്ന ആ ഒരു അവസ്ഥയല്ല. ഒത്തിരിയും പ്രശ്നത്തിലൂടെ, ഒത്തിരിയും പ്രതികൂലത്തിലൂടെ നമുക്ക് നോക്കാം. മരിച്ച് 4 ദിവസമായ ശരീരം എന്ന് പറയുമ്പോൾ നാറ്റം വച്ച് അഴുകി അത് മണ്ണോട് ചേരുവാനുള്ള രീതിയിൽ അളിഞ്ഞു പോയിരിക്കും ആ ശരീരം. 2 ദിവസമാകുമ്പോൾ തന്നെ ദുർഗന്ധം കൊണ്ട് സഹിക്കുവാൻ കഴിയത്തില്ല. അത് അഴുകുവാൻ തുടങ്ങിക്കാണും. ശരീരത്തിൽ നിന്ന് മാംസം ആ എല്ലിൽ നിന്ന് വിട്ടുപോകാൻ തുടങ്ങിക്കാണും. അത്രയും ദുർഗന്ധം പിടിച്ച, അത്രയും അഴുകിയ ആ ശരീരത്തിൽ ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാനാണ്. അസാധ്യമായ കാര്യമാണ്. ആ അങ്ങനെയുള്ള ഒരു സംഭവത്തെ, സാധാരണമല്ലാത്ത അസാധ്യമായ ഒരു കാര്യത്തെ അവിടെ വെളിപ്പെടുത്തുവാൻ, ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ. നാം സാധാരണമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവം ഉത്തരം നൽകുന്നുവെങ്കിൽ അത് സാധാരണമല്ലേ? പക്ഷേ നിങ്ങൾ പല പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നു, വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നു, വർഷങ്ങളായി നിലവിളിക്കുന്നു, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു, പല പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള പ്രശ്നത്തിലൂടെ നിങ്ങളെ ദൈവം കടത്തിവിടുന്നത്? ദൈവം നിങ്ങളെ അസാധാരണമായ രീതിയിൽ ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാനായി, നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ,
നിങ്ങളിലൂടെ ദൈവത്തിന്റെ മഹത്വത്തെ, അസാധാരണമായ ആ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് സാധാരണമായി എല്ലാവരും ജീവിക്കുന്നത് പോലെ ജീവിക്കുവാൻ സാധിക്കാത്തത്. പ്രശ്നങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ ഒന്ന് വരുമ്പോൾ ഒന്നിനെ അതിജീവിച്ച് കടന്നു വരുമ്പോൾ മറ്റൊന്ന്, അങ്ങനെ മാറി 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 പല പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നവരായിരിക്കും. പല 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 പ്രശ്നങ്ങളിൽ പലരും നിങ്ങളെ നോക്കി പരിഹസിക്കുന്നുണ്ടായിരിക്കാം. നീ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് നിനക്ക് അവനെ തള്ളിക്കളഞ്ഞൂടെ എന്നൊക്കെ പല പ്രാവശ്യവും നിങ്ങളെ നോക്കി പലരും ചോദിച്ചിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ പിശാച് തന്നെ നിങ്ങളുടെ മൈൻഡിൽ കടന്നു വന്ന് നിങ്ങളോട് മന്ത്രിക്കാറുണ്ട്. നീ ഇത്രയും ദൈവത്തോട് നിലവിളിച്ചിട്ട്, നീ ഇത്രയും വർഷങ്ങൾ കൊണ്ട്, എത്രയോ നാളുകൾ കൊണ്ട് നീ ദൈവത്തോട് ഈ വിഷയത്തിന് വേണ്ടി നീ ഉപവസിക്കുന്നു, കരയുന്നു, കണ്ണുനീരൊഴുക്കുന്നു, നീ ദൈവത്തെ വിട്ടുകളയുന്നില്ല, തള്ളിക്കളയുന്നില്ല എന്നൊക്കെ നിന്നോട് പിശാച് തന്നെ നിന്റെ മൈൻഡിൽ വന്നിരുന്ന് മന്ത്രിക്കുന്നുണ്ടായിരിക്കാം. അവിടെയൊക്കെ നിന്റെ ചിന്തകളിലും കടന്നു വരും, എന്തു ദൈവമേ, ഞാൻ ഇത്രയും ദൈവത്തെ നിലവിളിച്ചിട്ട്, ഇത്രയും ദൈവമായിട്ട് ചേർന്നിരുന്നിട്ട്, എന്തു ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പലവിധ പ്രശ്നങ്ങൾ കടന്നു വരുന്നു, ഇതിനൊരു സൊല്യൂഷൻ ഒരിക്കലും ഉണ്ടാകത്തില്ലേ, ഇതിനൊരു നീക്കുപോക്ക് ഒരിക്കലും ഉണ്ടാകത്തില്ലേ എന്ന് പലപ്പോഴും ചിന്തിച്ച് നിങ്ങൾ ഞരങ്ങുന്നുണ്ടായിരിക്കും. അങ്ങനെ ഞരങ്ങിയ 4 ദിവസം വളരെയധികം വേദനയിലൂടെ കടന്നുപോയ ഒരു ഫാമിലിയാണ്. യേശു ഏറ്റവും സ്നേഹിച്ചിരുന്നു എന്ന് നമുക്ക് അവിടെ വായിക്കുവാൻ സാധിച്ചു. യേശു വളരെ സ്നേഹിച്ചിരുന്ന ഒരു കുടുംബമാണ് എന്ന് നമുക്ക് വായിക്കുവാൻ സാധിച്ചു. മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 38-ാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. യേശുവിനെ കണ്ടപ്പോൾ മാർത്ത ഓടിച്ചെന്നു എന്ന്. അപ്പോ യേശു വരുന്നെന്ന് അറിയുമ്പോഴേ യേശുവിന്റെ അടുത്തേക്ക് ഓടിപ്പോകുന്ന വ്യക്തിയാണ് ആ മരിച്ച ലാസറിന്റെ സഹോദരിയായ മാർത്ത. യേശുവിനെ ആദ്യം മനസ്സിലാക്കിയ ആ കുടുംബത്തിൽ, യേശുവിനെ രുചിച്ചറിഞ്ഞ, യേശുവിനെ മനസ്സിലാക്കിയ, യേശുവിനെ തന്റെ ജീവിതത്തിൽ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച വ്യക്തിയാണ് മാർത്ത. ആ മാർത്ത യേശുവിനെ സ്വീകരിച്ചു തന്റെ ഭവനത്തിൽ കൊണ്ടുപോവുകയും യേശുവിനെ ശുശ്രൂഷിക്കുകയും യേശുവിൻ ആഗ്രഹിക്കുന്ന രീതിയിൽ പലവിധ ശുശ്രൂഷകൾ ചെയ്ത വ്യക്തിയാണ് മാർത്ത. എന്നാൽ മറിയാകട്ടെ യേശുവിന്റെ കാൽ കീഴിലിരുന്ന് വചനം കേൾക്കുന്ന വ്യക്തിയായിരുന്നു. എന്നെ കേൾക്കുന്ന ചിലർ മാർത്തയെ പോലെ ആയിരിക്കാം, ചിലർ മറിയെ പോലെ ആയിരിക്കാം. മാർത്തയാകട്ടെ ശുശ്രൂഷയാൽ കുഴങ്ങി ശുശ്രൂഷ ചെയ്ത്, പലവിധ ശുശ്രൂഷകൾ ചെയ്ത്, ദൈവവേലയിൽ വ്യാപൃതനായി, ദൈവസന്നിധിയിൽ താഴ്ന്നിരിക്കുവാൻ, ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുവാൻ സമയമില്ലാത്ത രീതിയിൽ ശുശ്രൂഷ ചെയ്ത്, രാവും പകലുമില്ലാതെ ശുശ്രൂഷ, ദൈവത്തിന് വേണ്ടി ഓടണം, യേശുവിന് വേണ്ടി ഞാൻ ഏത് ചെയ്യട്ടെ, യേശുവിന് അങ്ങനെ ചെയ്തു കൊടുക്കണോ, ഇങ്ങനെ ചെയ്തു കൊടുക്കണോ, യേശുവിന് വേണ്ടി ഏതൊക്കെ രീതിയിൽ എനിക്ക് ചെയ്യാൻ കഴിയുമോ അങ്ങനെയെല്ലാം ചെയ്യണമെന്ന് എപ്പോഴും ചിന്തിച്ചു നടക്കുന്ന വ്യക്തിയാണ് മാർത്ത. എന്നാൽ മറിയയാകട്ടെ യേശുവിന്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം പറയുന്നതായ വചനങ്ങൾ കേൾക്കുവാൻ വളരെ ദാഹമുള്ള വ്യക്തികളായിരുന്നു. അങ്ങനെയും അനേകം മക്കളില്ലേ, അവർ ശുശ്രൂഷയ്ക്കായി ഇറങ്ങാറില്ല, പക്ഷേ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുവാൻ വളരെ ആഗ്രഹിക്കുന്ന അനേകം വ്യക്തി ജീവിതങ്ങളുണ്ട്.
എപ്പോഴും വചനം വായിക്കുവാൻ, വചനം കേൾക്കുവാൻ, ധ്യാനിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, രാവും പകലുമൊക്കെ ദൈവസന്നിധിയിൽ താഴ്ന്നിരുന്നു കൊണ്ട് ദൈവത്തോട് ചേർന്നിരുന്ന് പ്രാപിക്കുവാൻ, ദൈവത്തിൽ നിന്ന് എനിക്ക് എന്ത് പ്രാപിക്കാൻ സാധിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് പ്രാപിക്കണം. എനിക്ക് ഇനിയും കൂടുതൽ പ്രാപിക്കണം, യേശുവിൽ നിന്ന് പ്രാപിക്കണം, ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. യേശുവിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എന്ത് ലഭിക്കും, യേശുവിൻ്റെ വചനങ്ങളിലൂടെ നമുക്ക് എന്ത് പ്രാപിക്കാൻ സാധിക്കും എന്ന് താഴ്ന്നിരുന്ന് രാത്രിയുടെ യാമങ്ങളിലെല്ലാം ദൈവസന്നിധിയിൽ മുഴങ്കാലിൽ ഇരുന്നു കൊണ്ട്, ദൈവസന്നിധിയിൽ താഴ്ന്നിരുന്നു കൊണ്ട്, ദൈവവുമായിട്ട് ചേർന്നിരുന്നു കൊണ്ട് ദൈവം പറയുന്നതായ ശബ്ദങ്ങളെ കേൾക്കുവാൻ തൻ്റെ മനസ്സിനെ, തൻ്റെ ഹൃദയത്തെ കൊടുത്തുകൊണ്ട് താഴ്ന്നിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. അവർ ഓടുന്നില്ലായിരിക്കാം, ദൈവത്തിന് വേണ്ടി ഓടുന്നില്ലായിരിക്കാം, പക്ഷേ യേശു കർത്താവ് കൂടുതലായി ഇഷ്ടപ്പെടുന്നത് ദൈവത്തിന് വേണ്ടി കൂടുതൽ ഓടുന്ന വ്യക്തികളെക്കാളും ദൈവസന്നിധി താഴ്ന്നിരുന്ന് ദൈവത്തിൻ്റെ ശബ്ദം കൊതിക്കുന്ന, ദൈവത്തിൻ്റെ പാദപീഠത്തിലിരുന്ന് ദൈവത്തിൻ്റെ ശബ്ദം കൊതിക്കുന്ന വ്യക്തികളെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. മാർത്ത ദൈവത്തോട് പറയുന്നു, യേശു കർത്താവിനോട് പറയുന്നു, യേശു കർത്താവെ, നീ കാണുന്നില്ലേ മറിയ, ഞാൻ ഇത്രയും ജോലി ചെയ്ത് ഭാരപ്പെടുമ്പോൾ, ഞാൻ വളരെ തിരക്കിലായിരിക്കുമ്പോൾ അവൾ എന്നെ വന്ന് സഹായിക്കാതെ നിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്നു കർത്താവെ എന്ന് പറഞ്ഞപ്പോൾ അവളാണ് നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് യേശു കർത്താവ് മാർത്തയോട് പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ എന്താണ് ചെയ്യുന്നത്? മറിയ തനിക്കുള്ളതിൽ ഏറ്റവും വലുത് ദൈവത്തിന് കൊടുക്കുവാൻ ആഗ്രഹിച്ച വ്യക്തിയാണ്. നാം നേരത്തെ വായിച്ചു കേട്ടപ്പോൾ അതിൽ കാണുവാനിടയായി പരിമള തൈലം യേശുവിൻ്റെ പാദത്തിൽ പൂശിയ വ്യക്തി, തലമുടി കൊണ്ട് തുടച്ച വ്യക്തിയാണ് മറിയ എന്ന്. അതായത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വില കൂടിയ വസ്തുവായി താൻ സൂക്ഷിച്ചു വച്ചിരുന്ന ആ പരിമള തൈലം തൻ്റെ ദൈവസന്നിധിയിൽ യേശുവിൻ്റെ പാദത്തെ കഴുകുവാനായി ഉപയോഗിച്ച വ്യക്തിയാണ് മറിയം. ഇങ്ങനെയുള്ള രണ്ട് സഹോദരിമാരുടെ യേശുവിനെ അത്രത്തോളം സ്നേഹിക്കുകയും യേശു അത്രത്തോളം അവരെയും സ്നേഹിച്ചിരുന്ന രണ്ട് സഹോദരികളുടെ സഹോദരൻ, ഏക സഹോദരനാണ് മരണസംബന്ധമായ മരണകരമായ രോഗത്താൽ കിടക്കുവാനിടയായത്. ആ സമയത്താണ് ആളെ അയച്ച് യേശു ഉണ്ടായിരുന്ന സ്ഥലത്ത് മാർത്തയും മറിയയും കൂടെ ആളെ അയച്ച് യേശുവിനെ വിളിപ്പിച്ചത്. ആ സഹോദരിമാർ വിട്ടയച്ച വ്യക്തികളോടാണ് 2 ദിവസം കഴിഞ്ഞ് ഞാൻ വരാമെന്ന് പറയുവാനിടയായത്. അതുകൊണ്ടാണ് യേശു കർത്താവ് 4-ാമത്തെ ദിവസം അവിടേക്ക് എത്തിയപ്പോൾ മാർത്ത പറയുവാനുണ്ടായി. അപ്പോഴും മാർത്ത ആ മരണസ്ഥലത്ത് ഇരിക്കുവാനല്ല ആഗ്രഹിച്ചത്. മാർത്ത യേശുവിൻ്റെ അടുത്തേക്ക് ഓടി, യേശുവിനെ ശുശ്രൂഷിക്കാനായി ഓടിയപ്പോൾ യേശുവിനോട് പറയുവാനിടയായി, നീ ഈ ഭവനത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു എന്ന്. അപ്പോൾ അവർക്ക് വിശ്വാസമുണ്ട്, യേശു നമ്മുടെ അടുത്തുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല എന്ന്. എന്നാൽ ആ സമയം മറിയ എവിടെയാണ് ഇരുന്നത്? മറിയ ആ മരണ വീട്ടിലിരുന്ന് അവിടെ ചില യഹൂദന്മാർ കടന്നു വന്നു എന്ന് നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. അവരുടെ ആശ്വാസം കേട്ടുകൊണ്ടിരുന്നു, അവർ ആശ്വസിപ്പിക്കുന്നത് കേട്ടുകൊണ്ടിരുന്നു. മറിയ അപ്പോഴും യേശു കർത്താവ് വീട്ടിൽ ചെല്ലുമെന്ന് വിചാരിച്ച് യേശുവിനെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്നു. എന്തിന്? ഈ യഹൂദന്മാർ വന്ന് എന്നെ ആശ്വസിപ്പിക്കുന്നത് പോലെ യേശു കർത്താവും എന്നെ ആശ്വസിപ്പിക്കുവാൻ കടന്നു വരുമെന്ന്. എന്നാൽ മാർത്തയാകട്ടെ അങ്ങനെയല്ല. യേശുവിനെ ശുശ്രൂഷിക്കുവാനായി ഓടി വെമ്പൽ കൊട്ട് യേശുവിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ യേശു പറഞ്ഞു, നിന്റെ ഈ ലാസർ മരിച്ചത് ദൈവപുത്രന്റെ മഹത്വത്തെ വെളിപ്പെടാനത്രേ.
ദൈവപുത്രന്റെ മഹത്വത്തെ വെളിപ്പെടാനത്രേ എന്ന് മാർത്തയോട് പറയുവാനിടയായി. അപ്പോൾ യേശു അവിടെ വന്നു എന്നും യേശു ഇങ്ങനെ സംസാരിക്കുന്നത് പറഞ്ഞത് അറിഞ്ഞു എന്നും കേട്ടിട്ട് മറിയയും അവിടെ കൂടെ ചേരുവാനിടയായി. മറിയയും യേശുവിനെ കണ്ടപ്പോൾ ഇങ്ങനെ തന്നെ പറഞ്ഞു, യേശുവേ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു എന്ന്. അപ്പോൾ യേശു അവിടെ എന്താണ് ചെയ്തത്? അവിടെ എല്ലാം തീർന്നു. ഇനി ലാസർ ഇല്ല, ലാസർ ജീവിക്കത്തില്ല. അങ്ങനെയല്ലേ നിങ്ങളുടെയും ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ചില നാളുകൾ കൊണ്ട് ദൈവത്തോട് കരഞ്ഞിട്ട്, ചില നാളുകൾ കൊണ്ട് ദൈവത്തോട് ഇടപെട്ടിട്ട്, പ്രാർത്ഥിച്ചിട്ട്, ഉപവസിച്ചിട്ട്, നേർച്ചകൾ കാഴ്ചകളൊക്കെ കൊടുത്തിട്ട് നമ്മൾ കരഞ്ഞതായ വിഷയത്തിന്മേൽ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം വരാതിരിക്കുമ്പോൾ നാം ഫുൾ സ്റ്റോപ്പ് ഇടത്തില്ലേ? ഇനി ഒന്നും നടക്കാൻ പോകുന്നില്ല, ഇനി ഇങ്ങനെ തന്നെ എൻ്റെ ജീവിതം, ഇനി ഈ വിഷയത്തിനൊരു പരിഹാരം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കടന്നു വരാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ ഫുൾ സ്റ്റോപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. പലരും നിങ്ങളെ നോക്കി ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ടായിരിക്കും. നീ ഇത്ര കരഞ്ഞിട്ടും കാര്യമില്ല, നീ എത്ര ദൈവത്തോട് നിലവിളിച്ചിട്ടും കാര്യമില്ല, നീ എത്ര ഉപവസിച്ചിട്ടും കാര്യമില്ല, ഇനി ഇങ്ങനെ പോകത്തുള്ളൂ, നിന്റെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരവും കടന്നു വരികയില്ല എന്ന് എല്ലാവരും നിങ്ങളെ നോക്കി പറയില്ലേ? അതുപോലെ തന്നെയാണ് ലാസറിനെ കല്ലറയിൽ കല്ല് വച്ച് അടച്ചു കഴിഞ്ഞു. ആ കല്ലാകുന്ന ഫുൾ സ്റ്റോപ്പിനെ യേശു കർത്താവ് എന്തു പറഞ്ഞു? ഉരുട്ടി മാറ്റാൻ പറഞ്ഞു, അവിടെ നിന്ന് നീക്കുവാൻ പറഞ്ഞു. നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ ഹൃദയത്തിൽ നാം ഇനി ഒരിക്കലും നടക്കത്തില്ല എന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ട് വച്ചിരിക്കുന്ന ആ ഫുൾ സ്റ്റോപ്പിനെ നാം തന്നെ എടുത്തു മാറ്റണം. എൻ്റെ ദൈവത്താൽ സകലതും കഴിയും. അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവം. എനിക്ക് ഉത്തരം വൈകുന്നു എങ്കിൽ, എൻ്റെ വിഷയത്തിന് ഉത്തരം വൈകുന്നു എങ്കിൽ, ആ ഉത്തരം വലിയ അത്ഭുതത്തെ സൃഷ്ടിക്കുന്ന, ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന, ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന രീതിയിൽ വിസ്മയമായ ഉത്തരമായിരിക്കുമെന്ന് ഉള്ള ആ വിശ്വാസത്തെ നമ്മുടെ മൈൻഡിൽ കൊണ്ടുവരണം. അതുകൊണ്ടാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, രക്ഷയെന്ന ശിരസ്ത്രം ധരിക്കണമെന്ന്. രക്ഷയെന്ന ശിരസ്ത്രം ധരിക്കണമെന്ന്. ആ ശിരസ്ത്രം നമ്മുടെ തലയിലുണ്ടെങ്കിൽ പിശാച് കൊണ്ടിടുന്നതായ ഇങ്ങനെയുള്ള ചിന്തകൾക്ക് ഇതിൻ്റെ അകത്ത് പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. ഒരിക്കലും പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. എൻ്റെ ജീവിതം ഇങ്ങനെ പോവുള്ളൂ, എനിക്കിനി ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുകയില്ല, എൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും എഴുന്നേറ്റമില്ല, ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും ഇനി ഉത്തരം ലഭിക്കുകയില്ല, ഇനി ഈ പ്രാർത്ഥന ഇവിടെ വച്ച് മതിയാക്കുന്നതാണ് നല്ലത്, എൻ്റെ ദൈവത്തിന് ഇത് ചെയ്യുവാൻ സാധിക്കുകയില്ല, സാധിക്കുമായിരുന്നെങ്കിൽ എന്നേ ചെയ്യുമായിരുന്നു എന്നൊക്കെയുള്ള ചിന്തകൾ പിശാചിന് നമ്മുടെ തലയ്ക്കകത്ത്, നമ്മുടെ മനസ്സിനകത്ത്, നമ്മുടെ ചിന്താ മണ്ഡലത്തിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്യുവാൻ, ഇൻജക്റ്റ് ചെയ്യുവാൻ സാധിക്കുകയില്ല. രക്ഷ എന്ന ശിരസ്ത്രം നമ്മുടെ തലയിൽ അണിഞ്ഞിരിക്കുന്നുവെങ്കിൽ, രക്ഷ എന്ന ശിരസ്ത്രം നമ്മുടെ തലയിൽ അണിഞ്ഞിരിക്കുന്നു എങ്കിൽ ഒരു ദുർചിന്തകളും കൊണ്ടിടുവാൻ പിശാചിന് സാധിക്കുകയില്ല. ആ ചിന്തകളെ, ആ ചിന്താമണ്ഡലങ്ങളെ, നമ്മുടെ ആ ബ്രെയിനാണ് നമ്മൾ ചിന്തിപ്പിക്കുന്നത്. ആ ബ്രെയിനിനെ കാക്കുവാനായിട്ട് രക്ഷ എന്ന ശിരസ്ത്രം നമ്മുടെ തലയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു നെഗറ്റീവ് കമന്റ്സിനും നമ്മളെ തകർക്കുവാനോ തളർത്തുവാനോ നമ്മുടെ പ്രാർത്ഥന നിർത്തുവാനോ സാധിക്കുകയില്ല.
അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് കടന്നു വരികയില്ല. ശിരസ്ത്രമില്ലാത്ത വ്യക്തികളുടെ ഉള്ളിലാണ് പിശാച് ഇഞ്ചക്ട് ചെയ്തിട്ട് നമുക്ക് ആരോടാണ് യുദ്ധമുള്ളത്? മനുഷ്യനോടല്ല. നമ്മെ പ്രയാസപ്പെടുത്തുന്നത് പിശാച് മനുഷ്യരുടെ ഉള്ളിൽ കയറിയിട്ട് പല രൂപത്തിലും ഭാവത്തിലും കടന്നു വന്നാണ് നമ്മെ ഭാരപ്പെടുത്തുന്നത്. നാം അവരോട് ശത്രുത്വം വച്ചിട്ട് ഒരു കാര്യവുമില്ല. നമുക്ക് ശത്രുത്വം വയ്ക്കേണ്ടത് ഈ എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് ജഡരക്തങ്ങളോടല്ല യുദ്ധമുണ്ടാകേണ്ടത്, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രയെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതാരാണ്? പിശാച്. നമുക്ക് പിശാചിനോടാണ് യുദ്ധമുണ്ടാവേണ്ടത്. ആ പിശാചിനെ എതിർത്ത് നിൽക്കുവാൻ നമുക്ക് എന്ത് ഉണ്ടാകണമെന്നാണ് താഴോട്ട് വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്. അതിലൊന്നാണ് നമ്മുടെ ചിന്താമണ്ഡലത്തെ തകർക്കാതിരിക്കുവാൻ രക്ഷ എന്ന ശിരസ്ത്രം എന്ന് പറയുന്നത്. രക്ഷ എന്ന ശിരസ്ത്രം നമ്മുടെ തലയിൽ അണിഞ്ഞാൽ ആരുടെ നെഗറ്റീവ് കമാൻഡ്സും പിശാച് കൊണ്ടിരുന്ന നെഗറ്റീവ് ചിന്തകളോ തോട്ട്സോ ഒന്നും നമ്മുടെ ഉള്ളിൽ കടന്നു വരികയില്ല. അതെല്ലാം ആ ശിരസ്ത്രം ബാൻ ചെയ്ത് തള്ളി നീക്കി എതിർത്തുകൊണ്ട് നിൽക്കും. ആ ശിരസ്ത്രം നമ്മളെ കവർ ചെയ്യും. അപ്പോൾ എന്തു ചെയ്യണം? രക്ഷ എന്ന ശിരസ്ത്രം നമ്മുടെ തലയിൽ അണിയുവാൻ നാം ആഗ്രഹിക്കണം. അത് പ്രാപിച്ചെടുക്കണം ദൈവസന്നിധിയിൽ നിന്ന്. നെഗറ്റീവ് തോട്ട്സും നെഗറ്റീവ് കമാൻഡ്സും വന്ന് നമ്മളെ ഫുൾ സ്റ്റോപ്പ് ഇടുവാൻ അനുവദിക്കാതെ കല്ലുകൊണ്ട് അടച്ചു വയ്ക്കുവാൻ, ലാസറിന്റെ കല്ലറ കല്ല് വെച്ച് അടച്ചതുപോലെ കല്ല് വച്ച് അടയ്ക്കുവാൻ അനുവദിക്കാതെ നമ്മെ കാക്കുവാനിടയാകും. ഇപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? യേശു കർത്താവ് ആ കല്ല് ഉരുട്ടി മാറ്റുവാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ വച്ചതായ കല്ലിനെ നമ്മളെ കൊണ്ട് തന്നെ യേശു കർത്താവ് ഉരുട്ടി അവിടെ മാറ്റിച്ചു. ലാസറിനെ അടക്കം ചെയ്ത വ്യക്തി ജീവിതങ്ങൾ വച്ചതായ ആ കല്ലിനെ യേശു കർത്താവ് ഉരുട്ടി മാറ്റുവാൻ പറഞ്ഞു. യേശു കർത്താവ് 4 ദിവസം മാറി നിന്നു. മാർത്തായും മറിയയും പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു എന്ന്. നമുക്ക് സങ്കീർത്തനം 13 നമുക്ക് കാണാം. ദാവീദ് ദൈവത്തോട് കരയുന്നു, നീ എൻ്റെ മുഖത്തെ മറച്ചിരിക്കുന്നത് എന്തെന്ന്. എന്നാലും ദാവീദ് ദൈവത്തിലുള്ള പ്രത്യാശ കൈവിട്ടില്ല. കാര്യമെന്ത്? ദൈവം ചെയ്ത വലിയ വലിയ കാര്യങ്ങൾ ദാവീദിന് പുറകിലോട്ട് നോക്കുമ്പോൾ ഉണ്ട്. നമ്മുടെ ജീവിതത്തിലും ദൈവം ചെയ്തതായ വലിയ വലിയ കാര്യങ്ങൾ, നന്മകൾ നമുക്കും പുറകോട്ട് നോക്കുമ്പോൾ കാണത്തില്ലേ? തീർച്ചയായും ഉണ്ടാകും. നിങ്ങൾ എങ്ങനെയാണ് ദൈവത്തെ അറിയുവാനിടയായത്? ദൈവത്തിന്റെ രക്ഷ രുചിച്ചറിയുവാനിടയായത്? ദൈവത്തെ സ്വന്തം രക്ഷിതാവായി നാവുകൊണ്ട് ഏറ്റുപറയുവാനിടയായത്? ദൈവത്തിൽ നിന്ന് നന്മ ലഭിച്ചിട്ടല്ലേ? ദൈവത്തിൽ നിന്ന് പല അത്ഭുതങ്ങളും പ്രാപിച്ചിട്ടല്ലേ? ആ നന്മകൾ പ്രാപിച്ചത് മറക്കുമ്പോഴല്ലേ നമ്മുടെ പ്രാർത്ഥനകൾ വൈകുമ്പോൾ ഇനി നടക്കില്ല എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടി വരുന്നത്? എന്നാൽ അത് മറക്കാതിരുന്നാൽ ദാവീദ് 13-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, 6-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, ഞാൻ ദൈവത്തിനു വേണ്ടി പാട്ടുകൾ പാടുമെന്ന്, ദൈവത്തെ ആരാധിക്കുമെന്ന്. അപ്പോ നമ്മുടെ ഉത്തരം വൈകുമ്പോഴും നാം ദൈവം നമുക്ക് ചെയ്ത അനേക നന്മകളെ ഓർത്ത്, ദൈവം നമ്മളെ വഴി നടത്തിയ നന്മകളെയും ആ വഴികളെയും ഓർത്ത്, നമ്മൾ പോയ പ്രതിസന്ധികളിൽ നിന്നെല്ലാം നമുക്ക് അതിജീവിച്ച്, നമുക്ക് എത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നപ്പോഴും അവിടെ നിന്നെല്ലാം അതിജീവിച്ച് എങ്ങനെയാണ് ദൈവം നമ്മെ കരകയറ്റിയതെന്നുള്ള ആ
വിഷയങ്ങളെ നാം ഓർക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം എനിക്കു വേണ്ടി എഴുന്നേൽക്കും എന്നുള്ള ആ ചിന്ത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനും ഇടയാകും. നമുക്ക് യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ ആ മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ യേശു കർത്താവ് 4-ാം ദിവസം കടന്നു ചെന്നപ്പോൾ ആ ചിന്തകൾ കൊണ്ട് വന്നതായ നാറ്റം വെച്ചതായ ആ മരിച്ചതായ ലാസറിനെ അടച്ചു വെച്ചതായ ആ കല്ലിനെ യേശു കർത്താവ് ഉരുട്ടി മാറ്റുവാൻ പറയുകയും അവർ ഉരുട്ടി മാറ്റുകയും ചെയ്തു. അപ്പോഴാണ് അവിടെ ദൈവം പ്രവർത്തിക്കുവാനിടയായത്. യേശു കർത്താവ് അവിടെ പ്രവർത്തിക്കുവാനിടയായത്. യേശു കർത്താവ് അവിടെ എന്തു ചെയ്തു? ലാസറെ പുറത്തുവാ എന്ന് പറയുവാനിടയായി. ആ പറഞ്ഞ നിമിഷം തന്നെ ലാസർ പുറത്തു വന്നു, ഷീലയോടൊപ്പം, ചുറ്റി കെട്ടി വെച്ചിരുന്ന ഷീലയോടൊപ്പം. അതായത് മരിച്ചു കഴിയുമ്പോൾ യഹൂദന്മാരുടെ ഒരു സംസ്കാരമാണ്, അവർ തല മുതൽ കാലുവരെയും ശീലകൾ കൊണ്ട് ചുറ്റി കെട്ടും, ചുറ്റി വരിഞ്ഞു കെട്ടും. അതിൽ തൈലങ്ങൾ, പരിമള തൈലങ്ങൾ അവർ അതിൽ പൂശും. അങ്ങനെയൊക്കെ കെട്ടിവെക്കും. അത്രയും. നമ്മുടെ ഇവിടെയാണെങ്കിൽ എങ്ങനെയാണ്? ശവസംസ്കാര സമയത്ത് തുണി കൊണ്ട് മൂടും, അത്രേ ചെയ്യാറുള്ളൂ. എന്നിട്ട് ശവപ്പെട്ടിയിൽ വെച്ച് അടക്കും. അവിടെ ശവപ്പെട്ടിയിലല്ല വെക്കുന്നത്, ഈ ശീലകൾ കൊണ്ട് ചുറ്റിയതിനു ശേഷം കല്ലറയ്ക്കകത്ത് വച്ച് കല്ല് വെച്ച് മൂടുകയാണ് ചെയ്യുന്നത്. ഗുഹയ്ക്കകത്താണ് അവർ വെക്കുന്നത്. ആ ശീലയോടൊപ്പം ലാസർ പുറത്തു വരുവാനിടയായി. എല്ലാവർക്കും അത്ഭുതമായി തീർന്നു. എന്തുകൊണ്ടാണ് യേശു കർത്താവ് 4-ാമത്തെ ദിവസം ഇവിടെ കടന്നു വരികയും അസാധ്യമെന്ന് സകലരും എണ്ണി ഉറപ്പിച്ച് ഇനി ഒരിക്കലും ജീവനോടെ പുറത്തു വരികയില്ല എന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ട് വച്ചിരുന്നതായ ആ ലാസറിനെ, അഴുകിയ ആ ശരീരത്തോടു കൂടെ ഇരിക്കുന്ന ആ ലാസറിനെ യേശു കർത്താവ് കടന്നു വന്ന് ഉയർപ്പിച്ചത് എന്തിനു വേണ്ടിയാണ്? യേശു കർത്താവിന്റെ വരവിന്റെ ഉദ്ദേശം നടക്കുവാനായിട്ടാണ്. ഈ സംഭവം നടന്നതായ സമയത്ത് നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും, സന്നദ്ധ സംഘവും പരീക്ഷന്മാരും ശാസ്ത്രിമാരും ഒക്കെ കൂടി അവിടെ ഡിസ്കഷൻ നടക്കുന്നത്. കുരുടനെ സൗഖ്യമാക്കിയതുപോലെ ലാസർ സുഖമില്ലാതെ കിടന്ന സമയത്ത് സൗഖ്യമാക്കിയാൽ പോരായിരുന്നോ ഇവൻ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നത്? ഇവൻ ഇങ്ങനെ പലവിധ അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ ജനം മൊത്തം അവനിലേക്ക് പോകുമല്ലോ എന്നുള്ള ഡിസ്കഷൻ തുടങ്ങി. അവർ ഭയക്കുവാൻ തുടങ്ങി. അവരുടെ ആ ഭരണകൂടത്തിൽ നിന്ന് ജനം വിട്ടുമാറി പോകുമോ എന്ന്. അവിടെ അപ്പോൾ നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, 37-ാം വാക്യത്തിൽ ഇങ്ങനെ കാണാൻ സാധിക്കും. യോഹന്നാന്റെ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം, നമ്മൾ 11-ാം അധ്യായമാണ് ത്തിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ 11-ാം അധ്യായത്തിൽ 37-ാം വാക്യത്തിൽ ഇങ്ങനെ കാണാൻ സാധിക്കും, ചിലരോ കുരുടന്റെ കണ്ണ് തുറന്ന ഇവനെയും മരിക്കാതാക്കുവാൻ കഴിഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. യേശു പിന്നെയും ഉള്ളം നൊന്ത് കല്ലറയ്ക്കലെത്തി. അത് ഒരു ഗുഹയായിരുന്നു, ഒരു കല്ല് അതിന്മേൽ വെച്ചിരുന്നു. ഞാൻ പറഞ്ഞല്ലോ. 47-ാം വാക്യത്തിൽ ഇങ്ങനെ കാണാം, മഹാപുരോഹിതന്മാരും പരീക്ഷന്മാരും സംഘം കൂടി നാം എന്തു ചെയ്യേണ്ടു? ഈ മനുഷ്യൻ വളരെ അടയാളങ്ങൾ ചെയ്യുന്നുവല്ലോ. അവനെ ഇങ്ങനെ വിട്ടേച്ചാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. റോമക്കാരും വന്നു നമ്മുടെ സ്ഥലത്തെയും ജനത്തെയും എടുത്തുകളയും എന്ന് പറഞ്ഞു.
അവരിൽ ഒരുത്തൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യഫാവ് തന്നെ അവരോട്, നിങ്ങൾ ഒന്നും അറിയുന്നില്ല, ജനം മുഴുവനും നശിച്ചു പോകാതെ വണ്ണം ഒരു മനുഷ്യൻ ജാതിക്കു വേണ്ടി മരിക്കുന്നത് നന്ന് എന്ന് ഓർക്കുന്നതുമില്ല എന്ന് പറഞ്ഞു. ഇത് 50-ാം വാക്യമാണ്. ഞാൻ ഒരിക്കൽ കൂടെ വായിക്കുന്നു. ജനം മുഴുവൻ നശിച്ചു പോകാതെ വണ്ണം ഒരു മനുഷ്യൻ ജാതിക്കു വേണ്ടി മരിക്കുന്നത് നന്ന്. ഒരിക്കൽ കൂടെ, ഒരു മനുഷ്യൻ ജാതിക്കു വേണ്ടി മരിക്കുന്നത് നന്ന് എന്ന് ഓർക്കുന്നതുമില്ല. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു മനുഷ്യൻ ജാതികൾക്ക് വേണ്ടി മരിക്കുന്നത് നല്ലതെന്ന്. യേശു കർത്താവിൻ്റെ ഉദ്ദേശത്തെ അവിടെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. കയ്യഫാവിലൂടെ ആ യേശു കർത്താവിൻ്റെ ഉദ്ദേശത്തെ, യേശു കർത്താവ് ഭൂമിയിൽ കടന്നു വന്നതിൻ്റെ ഉദ്ദേശത്തെ വെളിപ്പെടുത്തുവാനാണ്. ഈ ലാസറിന്റെ മരണത്തിലൂടെയാണ് യേശു കർത്താവിൻ്റെ ഭൂമിയിൽ വന്ന് ജനിച്ചതിൻ്റെ ഉദ്ദേശത്തെ വെളിപ്പെടുത്തുവാനുള്ള കാര്യം കടന്നു വന്നത്. അപ്പൊ യേശു കർത്താവിൻ്റെ ഉദ്ദേശത്തെ വെളിപ്പെടുത്തുവാൻ, യേശു ദൈവപുത്രനാണെന്നും ദൈവപുത്രൻ തൻ്റെ മാനവരാശിക്ക് വേണ്ടി, മാനവരാശിയുടെ പാപത്തിനു വേണ്ടി, പരിഹാരത്തിനു വേണ്ടി കടന്നു വന്നതാണെന്ന് വെളിപ്പെടുത്തുന്ന സംഭവം കൂടിയാണ് എന്തോന്ന്, ലാസറിന്റെ മരണം. അപ്പോ ലാസർ സുഖമില്ലാതിരുന്ന സമയത്ത് സഹോദരിമാർ ആളെ വിട്ട് പറഞ്ഞു, മരിക്കാറായി കിടക്കുകയാണ്, രോഗശയ്യയിലാണ്, കടന്നു വന്ന് സുഖമാക്കണമെന്ന്. പക്ഷെ യേശു കർത്താവ് വരാൻ വിസമ്മതിച്ചു. 2 ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. അതുപോലെയാണ് നമ്മുടെയും പലരുടെയും പ്രാർത്ഥനകൾ വൈകുന്നതിന് കാരണം യേശുവിൻ്റെ മഹത്വത്തെ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലായിരിക്കില്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ദൈവം ഉത്തരം നൽകുവാനായി ആഗ്രഹിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ വെളിപ്പെടുത്തുവാൻ ദൈവം ചൂസ് ചെയ്ത ഒരു ഫാമിലിയാണ് ഏത്? ബെഥാന്യയിലെ ലാസറും മറിയയും മാർത്തയുടെയും കുടുംബത്തെ യേശു കർത്താവ് ചൂസ് ചെയ്ത ഒരു ഫാമിലിയാണ്. അതുപോലെ നിങ്ങളെയും ദൈവം ചൂസ് ചെയ്തത് കൊണ്ടാണ് നിങ്ങളുടെ ഉത്തരവും വൈകുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിലായിരിക്കില്ല ദൈവം ആ ഉത്തരം നൽകുവാൻ ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവരെ അതിശയപ്പെടുത്തുന്ന രീതിയിൽ, മറ്റുള്ളവരെ ഞെട്ടിക്കുന്ന രീതിയിൽ ഒരു അത്ഭുതമാക്കി ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി അവിടെ നടക്കുന്ന രീതിയിൽ എല്ലാവരും ആശ്ചര്യത്തോടെ, അത്ഭുതത്തോടെ ആ ഉത്തരം കാണുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകുന്ന രീതിയിൽ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ കടന്നു വരുവാനായിട്ട് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വൈകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ ഉത്തരത്തിനു വേണ്ടി നിങ്ങൾ ദൈവസന്നിധിയിൽ എത്രത്തോളം വിശ്വാസത്തോടെ ദൈവം വലിയത് ചെയ്യുമെന്നുള്ള ആ വിശ്വാസത്തോടും ഉറപ്പോടും കൂടി നിങ്ങൾ ദൈവസന്നിധി ഇനിയും ദൈവസന്നിധി താഴ്ന്നിരുന്നു യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുവാനിടയാകും. അതിനായി നിങ്ങൾ താഴ്ന്നിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ പിശാചിന്റെ ചിന്തകളോ മറ്റുള്ളവരുടെ വാക്കുകളോ ഒന്നും ശ്രദ്ധിക്കാതെ നിങ്ങൾ പ്രത്യാശയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിഷയത്തിന്മേൽ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വലിയ ഉത്തരവുമായി ദൈവം കടന്നു വരുവാനിടയാകും. ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള ഉത്തരവുമായിട്ട് കടന്നു വരുവാനിടയാകും. അതിനായി നിങ്ങളെ താഴ്ത്തി ഏൽപ്പിച്ച് ദൈവസന്നിധിയിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.